guys, welcome back to new video. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് KINEMASTERിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യൽ KINEMASTERിലാണ്. അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നിന്ന് KINEMASTER ഓൺ ആക്കണം. ഞാൻ ഇപ്പോൾ KINEMASTER ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ വട്ടത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ബോക്സിനുള്ളിൽ ഒരു പ്ലസ് പോലെ ഉണ്ടാവും. ആരുണ്ട് വട്ടത്തിൽ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ മൂന്നൊരു ഇതുണ്ടാവും. ഞാൻ ഇതാന്ന് ഉപയോഗിക്കൽ. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലൊന്ന് നിൽക്കാം. അതിനുശേഷം ഇവിടെ ഒരു ഇപ്പം മീഡിയ ഉപയോഗിക്കാം. മീഡിയ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇവിടെ ഇടാനാണ്. ആടെ നിൽക്കുക. അപ്പോൾ നമ്മളെല്ലാ വീഡിയോസും ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ആവശ്യത്തിനുള്ള വീഡിയോസ് എടുക്കാം. ഇപ്പോൾ വീഡിയോസ് സെലക്ട് ചെയ്യുന്നു. ഏതെല്ലാം ആവശ്യം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ പാട്ടിടാമെന്നാണ്. അപ്പോൾ ഒരറ്റത്തേക്കോട്ട് അതിൽ നിന്ന് ഇവിടെ ഒരു ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നോക്കിയാൽ നമ്മളെല്ലാ പാട്ടും ഇവിടെ ഉണ്ടാവും. ഞാൻ ഇപ്പം ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് ഇവിടെ ജസ്റ്റ് തൊട്ടാൽ ഇവിടെ നോക്കിയാൽ പോസാവും. അപ്പം നമുക്ക് പാട്ട് പായി എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ വീഡിയോൻ്റെ സൗണ്ട് കൂട്ടണമെങ്കിൽ നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് തൊടാം. അപ്പോൾ ഇവിടെ ഒരു സൗണ്ടിൻ്റെ ഒരു ഇതുണ്ടാവും, ഒരു ചിഹ്നം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ കൂട്ടാനും കുറക്കാനും. ഇത് കൂട്ടിയാൽ സൗണ്ട് കൂട്ടാം. ഈ ഓട്ടോ വോളിയം കൂട്ടിയാൽ കുറച്ചും കൂടി ശബ്ദമാവുന്നേക്കും. ഇപ്പോൾ ഇതൊരു സൈലൻ്റ് വീഡിയോ ആണ്. ഇതിന് ഒച്ച ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒച്ച കുറയ്ക്കാന്ന്. ഒച്ച ആവശ്യമില്ല. ഇനി പാട്ടിൻ്റെ അതുപോലെ തന്നെയാണ്. പാട്ട് ജസ്റ്റ് ഒന്ന് തൊടാം. അപ്പോൾ ഉണ്ടാവും ഈ ആ മറ്റേ സൗണ്ടിൻ്റെ ചിഹ്നം നിൽക്കുക. ഇതും ഇങ്ങനെ കൂട്ടാനും കുറക്കാൻ. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ ആക്കാമെന്ന്. ഞാൻ ഇപ്പോൾ ഒരു ഇതെടുത്ത് ഇത് ഓണാക്കി. അതിനുശേഷം ഈ ടിക്ക് കൊടുക്കാം. അപ്പോൾ ചേഞ്ചസ് എല്ലാം വരും. ഇപ്പം വീഡിയോ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം അമ്മ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആടെ ഈ വര ഉണ്ടോ, ഈ ഒരു റെഡ് വര, അത് ആടെ വെക്കാം. എന്നിട്ട് ആ വരക്കൊന്ന് തൊടാം. ഇപ്പോൾ ഇവിടെ ഒരു കത്രി പോലത്തെ ഒരു ചിഹ്നം കാണും. അതിന് തൊടാം. ഇപ്പോൾ ഇവിടെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേഡ്, ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഡ്, സ്പ്ലിറ്റ് പ്ലേഡ്. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വര വെച്ചിട്ടില്ല, അതിന് ലെഫ്റ്റിലില്ല പാർട്ട് മൊത്തം ഇത് റിമൂവ് ആയി പോകും. കാണിച്ചു തരാം. ഇപ്പോൾ ആഡംബരി ഉണ്ടായ ഭാഗം മൊത്തം പോയി. ആ ലെഫ്റ്റിലുണ്ടായി. റൈറ്റിലേക്ക് എങ്ങനെ ഇപ്പോൾ ഈ നിപ്പറുള്ളത് എങ്ങനെ ഇത് കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നേരത്തെ അതുപോലെ എന്നാൽ ഇതൊന്ന് തൊടുക, ആ കത്രിക തൊടുക. പിന്നെ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഡ് ഒക്കെ. അപ്പോൾ നമ്മൾ ആ വരൻ്റെ റൈറ്റിലില്ല ഇതെല്ലാം പോവും, പാർട്ടെല്ലാം പോവും. അതിന് ശേഷം ടിക്ക് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും പോയി. ഇനി പറഞ്ഞുതരാൻ പോകുന്നത് ഒരു വീഡിയോ എങ്ങനെ രണ്ട് വീഡിയോ ആക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ആന്ന് ഇവിടുന്ന് വെച്ചാൽ എവിടെയാ നിങ്ങൾക്ക് വീഡിയോ ഇത് കട്ട് ചെയ്യണ ഇത് വീഡിയോ രണ്ട് വീഡിയോ ആക്കാന്ന് വെച്ചാൽ ആടെ ഈ ചോപ്പ് വരെ വെക്കാം. ശേഷം ആ ചോപ്പിന് തൊടുക, കത്രിക വെക്കുക, സ്പ്ലിറ്റായിട്ട് പ്ലേഡ് ആക്കാം. അപ്പോൾ അത് രണ്ട് വീഡിയോ, ആ ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ അതിനങ്ങനെ പാട്ടും അതുപോലെ അങ്ങനെ തന്നെയാണ്. ഒന്നിങ്ങനെ പാട്ടിനൊക്കാം. അതിന് ശേഷം ഇങ്ങനെ താഴോട്ടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ട്രിം സ്പ്ലിറ്റ് എന്നുണ്ടാവും, അവിടെ നിൽക്കുക. അതുപോലെ തന്നെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേഡ് വയ്ക്കുക. ആ ലെഫ്റ്റിലെ പാട്ട് മൊത്തം പോയി. അതുപോലെ തന്നെ അന്ന് റൈറ്റും. ഇപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം പോയി. വരാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ ആ വീഡിയോ പോയിട്ട് ഇങ്ങനെ മുബാർട്ട് എന്നുള്ള എഴുതുന്നുണ്ട്. അതെങ്ങനെ വെച്ചാൽ കാണിച്ചു തരാം. ആദ്യം ഈ ലെയറിൽ വെക്കാം. ഇപ്പോൾ ഇവിടെ കുറേ ഉണ്ട്. ആദ്യം ആ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം.
ടെസ്റ്റ് ആക്കിയാൽ നമുക്ക് എന്നാൽ വേണ്ടത് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു 2A എഴുതിയൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾ കുറേ ഹാൻഡ് റൈറ്റിംഗ് കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനുശേഷം കളർ എങ്ങനെ മാറ്റണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റ് ബോൾ പോലത്തെ ഒരു ഇതുണ്ട്, അത് നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാ കളർ വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ പോയി അത് ഇത് നമുക്ക് ഏടം വരെ വേണമെന്ന് സെലക്ട് ചെയ്യുക. എവിടെയെന്ന് വെച്ചാൽ ഒരു ആ മറ്റേ എഴുതിയത് ഇവിടെ ഈ അടിയിൽ ഇങ്ങനെ കാണിക്കൂ. അതിന് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാം, കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യും. ഏത് സൈഡിലേക്ക് ആക്കാം. ഇനി ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഞാൻ എഴുതുന്നതാന്ന് പറഞ്ഞത്. ഇനി നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും വരക്കണമെങ്കിൽ ലെയർ എടുക്കുക, ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക. അപ്പോൾ ഇവിടെ ബ്രഷ് അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ ബ്രഷ് പെൻസിലാക്കി. ഇപ്പോൾ ബ്രഷ് ആക്കണമെങ്കിൽ ഒന്ന് ഇത് ഇവിടുന്ന് കളർ ഒറ്റ ബ്ലൂ എടുത്തു. ശരി, ഇപ്പോൾ ഇതാ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്താ ഇവിടെ വരക്കണമെന്ന് വെച്ചാൽ വരക്കാം. ഞാൻ ഇപ്പോൾ വെറുതെ കച്ചറയാക്കി കിട്ടിയാന്ന് അവിടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വരക്കാനും കഴിഞ്ഞാന്ന്. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കൊന്നിട്ട് നിർത്തണം തോന്നി പിന്നെ ഇപ്പം അതിൻ്റെ ബാക്കി കണ്ടിന്യൂ എല്ലാം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ഒരു ഈട് ഇങ്ങനെ ഇതുണ്ട ഒരു ബോക്സോലായിട്ട് ഒരു ഇങ്ങോട്ടേക്ക് കയറും. അത് നക്കിയാൽ വെച്ചാൽ അമ്മ ഇങ്ങനെ ബാക്കാവും. വീഡിയോ പോയും ചെയ്യില്ല, വീഡിയോ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഓണാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഇത് നമുക്ക് എഡിറ്റിങ് ബാക്കി ചെയ്യാൻ കഴിയും. ഈ ഇത് വയ്ക്കാൽ ഇത് എങ്ങനെ വീഡിയോ ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് എക്സ്പോർട്ട് ഉണ്ട്. ഞാൻ എന്നാൽ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും കൂടി എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ചെയ്തത് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിട്ട് ഇപ്പോൾ ഓഫാക്കിക്കൊണ്ട് ചെയ്യാമെങ്കിൽ ഇപ്പം എന്നാൽ കുറച്ച് കട്ട് ചെയ്ത് ഇപ്പം എനിക്ക് വേണ്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ അത് മാറ്റാം. ഇവിടെ ഒരു ഇത് ബാക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അടുത്തപ്പോൾ എൻ്റെ കട്ട് ചെയ്ത് പോയതായാലും പിന്നെയും വന്നു. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ആക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വീഡിയോ എടുക്കുക. ഈ ഡിലീറ്റ് ഇതണ്ട ഒരു ഡസ്റ്റ്ബിൻ പോലെ നോക്കിയാൽ ആ വീഡിയോ പോയി. അങ്ങനെ ഡിലീറ്റ് ആക്കാൻ പാട്ടോ പോലെ ഒന്ന് ഡിലീറ്റ് ആക്കാൻ കഴിയും. ഇപ്പോൾ ഡിലീറ്റ് പാട്ടും പോയി. ഇപ്പം നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇടയ്ക്ക് പുതിയൊരു വീഡിയോ ഇടണമെങ്കിൽ പേടിയ വണിച്ച് പേടിയാന്ന് വെച്ചു. അപ്പം മീഡിയ എടുക്കാം. പിന്നെ ഇതിലേതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. ഏതാ വേണമെന്ന് വെച്ചാൽ ടിക്ക് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ വന്നു. ഇനി ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 2 വീഡിയോൻ്റെ ഇടയ്ക്കൊരു ബോക്സോലായിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഉണ്ടാ ഇങ്ങനെ ഒരു ആ ബോക്സിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമുക്കിവിടെ കുറേ ട്രാൻസിഷൻ കാണാം. എന്നാൽ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഏതാ വേണമെന്ന് വെച്ചാൽ മാച്ചിങ് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ ട്രാൻസിഷൻ ഉണ്ട്, ഒന്ന് ടിക്ക് കൊടുക്കുക. ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയെല്ലാം ചെയ്യാം. ഇതാ ഇപ്പോൾ കൂട്ടിയ സ്പീഡാവും. ഇപ്പോൾ കാണിച്ചാൽ ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്ത് ഇപ്പോൾ ഒരു വിമാനം പോകുന്ന പോലെ അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോയിൽ എക്സ്ട്രാ ഒരു വോയിസ് ഇടാന്ന് പറഞ്ഞുതരാം. അത് നമ്മ ഈ ഒരു വോയിസ് മൈക്കിനിൽ ചിഹ്നിൽ വരും. അത് നിൽക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ആക്കിയിട്ട് വോയിസ് ഓണാക്കുന്നതാണ്. ഇപ്പോൾ ഇതായി. ഇനി നമ്മ ഇങ്ങനെ സംസാരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുന്നില്ല. പിന്നെ സ്റ്റോപ്പ് ആക്കിയാൽ മതി. ഇപ്പോൾ എന്താ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുന്നില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ അങ്ങനെ രീതിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഡിലീറ്റ് ആക്കണമെങ്കിൽ അത് തൊട്ടിട്ട് ഡിലീറ്റ് ആക്കിയാൽ മതി. വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അതിന് നമ്മൾ ബാക്ക് എടുക്കാം. അതിനുശേഷം ഒന്നും കൂടി വീഡിയോ എടുക്കുക. ഇവിടെ ഒരു ഷെയറിൻ്റെ ചിഹ്നം പോലെ ഇതാണ്. ഇതൊക്കെ ഡിലീറ്റ് ആവട്ടോ. ഇതൊക്കെ അപ്പോൾ നമുക്ക് ക്ലിയർ ഇവിടുന്ന് കൂട്ടാനും കുറക്കാനും എല്ലാം കഴിയും. അതിന് ശേഷം ഇവിടെ ഒരു എക്സ്പോർട്ട് എന്നിട്ടൊരു ചിഹ്നമുണ്ട്. ചിഹ്നം എല്ലാവരും എഴുതിയിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതന്നെ ആയിക്കാണ് സ്ക്രീനിൽ മിനിമൈസ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫുള്ളായ വീഡിയോ ഗാലറിയിൽ വരും. എക്സ്പോർട്ട് ചെയ്യാണ്ട് ഗാലറിയിൽ വരില്ല. ഇപ്പോൾ എനിക്കിതിപ്പോൾ ആവശ്യമില്ലാണ്ട് ക്യാൻസൽ അടിക്കാന്ന്.
എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഇപ്പുറത്തിൽ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.